അതെ, ഈ അടിപൊളി ഹെയർ ബോ ചെയ്താലോ. 45 സെൻറ്റിമീറ്റർ എടുത്തിരിക്കുന്ന ഗ്രോസ് ഗർ റിബണാണ്. അതിൻ്റെ സെൻറ്റർ 2 എഡ്ജും സെൻറ്ററിലേക്ക് കണക്ട് ചെയ്യുക. കണ്ടോ? ഇനി ഇതിന് നോർമലി നമ്മളൊന്ന് അതിനെ കറക്റ്റായിട്ടൊന്ന് നമ്മുടെ ഹാൻഡ് വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കറക്റ്റ് ഫോൾഡിങ് അറിഞ്ഞിരുന്നാൽ മതി. ഇത് പോൾക്കാ ഡോട്ട് ഹെയർ ബോ എന്ന് പറയാറുണ്ട് കേട്ടോ. ബ്ലാക്ക് ഗ്രോസ് ഗർ റിബണാണ് എടുത്തിരിക്കുന്നത്, 1 ഇഞ്ച് നീളത്തിലുള്ളതാണ് കേട്ടോ. ഇനി സെൻറ്ററിലേക്ക് ആ പോൾക്കാ ഡോട്ടിൻ്റെ ഇതും ഗ്രോസ് ഗർ റിബണാണ്. ആ റിബൺ ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ ആവശ്യത്തിനുള്ളത് എടുക്കുക, അതിനുശേഷം കട്ട് ചെയ്ത് മാറ്റുക ബാലൻസ്. ഇപ്പോൾ തന്നെ അത് കാണാനൊരു പ്രത്യേക ഭംഗിയില്ലേ? കണ്ടില്ലേ? ഇനി ഇതിന് വേറെ ഒന്നുമില്ല. നമുക്ക് ഹാൻഡ് കൊണ്ട് ഫോൾഡ് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ വരുന്നത് നമ്മൾ റിബൺ ആകുമ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. കുറച്ചൊന്ന് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇത് എന്താ പറയുക, ആ സെൻറ്ററിൽ വരുമ്പോൾ നമ്മൾ എഡ്ജൊക്കെ നമ്മൾ കവർ ചെയ്തിരിക്കുകയല്ലേ, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് കാണും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക. കാരണം ഗ്രോസ് ഗർ റിബൺ കുറച്ചൊരു തിക്നെസ് ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ 2 മടക്കുണ്ടല്ലോ. പിന്നെ സെൻറ്ററിൽ നമ്മൾ കവർ ചെയ്തിരിക്കുന്ന ചെറിയൊരു ബുദ്ധിമുട്ട് കാണും. അതിനനുസരിച്ച് ശ്രദ്ധിച്ച് ഒന്ന് ജസ്റ്റ് സ്റ്റിച്ചിട്ടെടുക്കുക. ശേഷം അതിനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നല്ല ഹെയർ ബോ ആയിട്ട് എടുക്കുക. വളരെ ബ്യൂട്ടിഫുള്ളാണ്. ജസ്റ്റ് ഇത് നമുക്ക് ടെയിലൊന്നും കൊടുക്കാതെ വളരെ ഈസി ആയിട്ട് വെറും ഹെയർ ബോ മാത്രമായിട്ട് ചെയ്തെടുത്താലും മതി. ഇതേ കണ്ടില്ലേ? ഇതിൽ സെൻറ്ററിൽ ഒരു അറ്റാച്ച്മെൻറ്റോ ഒന്നും വേണ്ട. ഇത് റെഡും വൈറ്റും റെഡും വെച്ച് ചെയ്യാം. നമ്മുടെ മിക്കി മൗസും റെഡും ഈ ബ്ലാക്കും വെച്ചിട്ട് നമുക്ക് മിക്കി മൗസ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ജസ്റ്റ് അത് ടെയിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ടെയിൽ കട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ലെങ്ത് എത്ര വേണം, ഞാനൊരു ലെങ്ത് ആവറേജ് നോക്കി എടുത്തതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ലെങ്ത് എത്ര വേണം അത് നിങ്ങൾ ഇത് എടുത്താൽ മതി. ഞാനൊരു 10 to 15 അത്രേ എടുത്തിട്ടുള്ളൂ. അത് നിങ്ങളൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണം അതനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഇനി ആ സെൻറ്റർ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 45 സെൻറ്റിമീറ്ററാണ്. അത് കുറച്ചുകൂടെ വലുത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കൂട്ടിയെടുക്കാം, ചെറുത് വേണമെങ്കിൽ കുറച്ചെടുക്കാം. ടെയിലൊക്കെ ആയാലും ഇതിലിനി ഹാങ്ങിങ്സ് കൊടുക്കണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ എന്ത് വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് കുറച്ച് ബീഡ്സ് കൊടുത്തിട്ട് ഇതിൽ ഹാങ്ങിങ്സ് ആയിട്ടൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്യാം കേട്ടോ. അതിൻ്റെ എഡ്ജ് എപ്പോഴും നമ്മളെന്തെങ്കിലും ഒരുക്കി മാറ്റണം. ഞാൻ ഒരുക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു മറ്റതിൻ്റെയൊക്കെ, ജസ്റ്റ് കാണിച്ചതിന് ശേഷം. എന്നിട്ട് സെൻറ്റർ എന്തെങ്കിലും ഒരു അറ്റാച്ച്മെൻറ്റ് ഇത് ചെയ്യുക. സ്റ്റോൺ ചെയിനോ നമ്മളുടെ ഇതുപോലെ ഈ അറ്റാച്ച്മെൻറ്റൊക്കെ കൊടുത്ത് ഒന്ന് ജസ്റ്റ് കവർ ചെയ്തെടുക്കുക. അതൊരു ഫിനിഷ് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിരിക്കണമെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഒത്തിരി ബീഡ്സോ സ്റ്റോൺസോ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഞാനിത് നമ്മുടെ ലൈറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് ഉരുക്കി തന്നെ അവിടെ ചേർത്ത് കൊടുക്കുന്നു. കാരണം ഇതൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്താ പറയുക, സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇത് കൊടുക്കുമ്പോൾ ഇതുപോലെ ലൈറ്റർ വെച്ചൊന്ന് ഉരുക്കുക, ജസ്റ്റ് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതങ്ങ് ഫിക്സ് ആയിരിക്കും കേട്ടോ, അത് ഇളകിയൊന്നും വരത്തില്ല പെട്ടെന്ന്. കണ്ടില്ലേ? ഇനി ഇത് ജസ്റ്റ് രണ്ടും നമ്മൾ അറ്റാച്ച് ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടോ? ഇനി ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇതിൻ്റെ ഒപ്പം ഞാനിത് കസ്റ്റമൈസേഷനായിട്ട് ഞാൻ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് ഒന്ന് കവർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ബ്ലാക്ക് പ്ലെയിൻ വേറെ ഇല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ കയ്യിൽ നിന്ന് പോൾക്കാ ഡോട്ട് റിബണിനെ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു. നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ ലെങ്തിലെടുത്തു. അതിനുശേഷം സൈഡൊന്ന് ഒരുക്കിയെടുത്തു. നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. വീതി കൂടിയതോ ലെങ്ത് കൂടുതലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നമുക്കതിനെ കട്ട് ചെയ്ത് ഇതുപോലെ ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ജസ്റ്റ് അലിഗേറ്റർ ക്ലിപ്പിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. അലിഗേറ്റർ ക്ലിപ്പ് എടുക്കുക. ഞാൻ ഗ്ലൂ ഗണ്ണൊന്നുമല്ല, സാധാ ഗ്ലൂ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഗ്ലൂ ഗൺ ഇല്ല എങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതൊന്ന് അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്തിട്ട് ആ സെൻറ്റർ നമ്മൾ ആ പ്രസ് ചെയ്തെടുക്കുന്നില്ലേ, ആ പോർഷനിലേക്ക് അകത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അകത്തേക്കൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കണം. അത് അകത്തേക്ക് ഫോൾഡ് ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു വൃത്തികേടായിരിക്കും. അത് പിന്നെ കറക്റ്റായിട്ട് ഇരിക്കില്ല. ഇതുപോലെ ഒന്ന് എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ളത് അകത്തേക്കൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാലൻസ് അതിൻ്റെ പുറത്തേക്കൊന്ന് കവർ ചെയ്യുക. ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒന്ന് കുറച്ചൊരു ഗ്ലൂ അവിടെ പേസ്റ്റ് ചെയ്യുക. ഇത് ചെയ്യുക. എന്നിട്ട് തിരിച്ച് അകത്തേക്ക് മടക്കി നമ്മൾ വേഗം നിർത്തണം. ആവശ്യമുള്ള ബാലൻസ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അകത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ അകത്തേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുക, തിരിച്ച് മടക്കുക, അതിനെ ക്ലോസ് ചെയ്യുക. അതവിടെ ഇരുന്നു. ഇനി നമ്മൾ ചെയ്തപ്പോൾ എന്തെങ്കിലും എന്താ പറയുക, അതിൻ്റെ ത്രെഡ് എന്തെങ്കിലും ഇളകി വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അലിഗേറ്റർ ക്ലിപ്പ് നമ്മുടെ ലൈറ്ററൊക്കെ കൊണ്ട് ഒന്ന് എന്താ പറയുക, അതിനെല്ലാം ഫിനിഷ് ചെയ്ത് നീറ്റാക്കി കൊടുക്കുക.
കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്, വേറെ വൃത്തികേടൊന്നുമില്ല. ഇനി നമുക്ക് ഹെയർ ബോ ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ജസ്റ്റ് ഒരു ഫെൽറ്റ് ഷീറ്റ് എടുത്ത്, ഫെൽറ്റ് ഷീറ്റ് ബ്ലാക്കാണ് എടുത്തിരിക്കുന്നത്. പല കളറിലുണ്ട് കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. ബ്ലാക്ക് ആകുമ്പോൾ കുറച്ച് ഹെയറിൽ വെക്കുമ്പോൾ അറിയില്ല. ഞാനിതിൻ്റെ പുറകിലേക്ക് ഇത് നമ്മൾ ആദ്യം നമ്മുടെ ടെയിൽ നമുക്കൊന്ന് പേസ്റ്റ് ചെയ്തതിന് ശേഷം ചെയ്താലും മതി, എങ്ങനെ ചെയ്യണോ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിൽ ചെയ്താലും മതി കേട്ടോ. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ ചെയ്തതാണ്. എന്നിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തു ഉണ്ട്. ജസ്റ്റ് ഇനി അവസാനം അലിഗേറ്റർ ക്ലിപ്പ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് അലിഗേറ്റർ ക്ലിപ്പ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, കാരണം അതിലൊന്ന് ഫിക്സ് ആയിരിക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ അത് ഫുള്ളായിട്ട് അതിൽ കവർ ചെയ്തിരിക്കുള്ളൂ, നല്ല നീറ്റായിട്ട് ഫിനിഷിംഗ് ആയിട്ട് കിട്ടുകയുള്ളൂ. നോക്കി, നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല, വളരെ സിമ്പിളായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തതാണ്. നോക്കി എന്ത് ഭംഗിയാണ്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.